പിഴവ് പറ്റാത്ത ആരുമില്ല. കള്ളു കുടിച്ചവരുണ്ട്, വ്യഭിചരിച്ചവരുണ്ട്, പലിശ തിന്നവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്, അള്ളാനെ മതിമറന്നുകൊണ്ട് ജീവിച്ചവരുണ്ട്. പക്ഷേ എങ്ങനെ ജീവിച്ചവരാണെങ്കിലും നീ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിരിക്കണം. നീ എവിടെ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയിരിക്കണം. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയിരിക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് പറയുകയാ, ആദം സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. പടച്ചവനെ, നമ്മൾ മനുഷ്യരാ, മലക്കുകളല്ല. നമുക്ക് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. നമ്മളെ പിഴപ്പിക്കാൻ ഇബ്ലീസുമുണ്ട്, അവന്റെ അനുയായികളുണ്ട്. എല്ലാവരും നമ്മളെ പിഴപ്പിക്കാൻ നടക്കുകയാണ്. അതുകൊണ്ട് പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റൂല. നമ്മളൊക്കെ പാപം ചെയ്യുന്നവരാ. പക്ഷേ ഏറ്റവും നല്ലവനാരെന്നറിയോ? ഏറ്റവും നല്ലവനാരെന്നറിയോ? പാപം ചുമക്കുന്നവനല്ല, പാപം ചുമന്നുകൊണ്ട് നടക്കുന്നവനല്ല. ചെയ്തു പോയ പാപം അല്ലാഹുവോട് ഏറ്റു പറയുന്നവനാണ് ഏറ്റവും നല്ലവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പൊറുക്കുമല്ലോ. അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. അതുകൊണ്ട് ഉസ്താദേ, ഞാൻ കള്ള് കുടിച്ചവനാണ്, ഞാൻ പെണ്ണ് പിടിച്ചവനാണ്, ഞാൻ പലിശ തിന്നവനാണ്, ഞാൻ എൻ്റെ ഭാര്യയെ വഞ്ചിച്ചവനാണ്, ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണെ നന്നാകാതെ നടക്കരുത്. നീ എത്ര വലിയ പാപം ചെയ്താലും നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ അള്ളയുണ്ടല്ലോ, നിന്റെ റബ്ബുണ്ടല്ലോ. ആ റബ്ബുണ്ടെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നത്? പാപം ചെയ്യാത്ത ആരുമില്ല. എന്തിനാടാ ഭയപ്പെടുന്നത്? അല്ലാഹുവിനോട് ചോദിക്കാൻ നീ എന്തിനെ ഭയപ്പെടുന്നത്? ഖുൽയാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എന്തിനാ മോളെ പേടിക്കുന്നത്? നിന്റെ റബ്ബിന്റെ മുന്നിൽ ചോദിക്കാൻ എന്തിനാ മടി കാണിക്കുന്നത്? നിന്റെ റബ്ബാരെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ നിന്റെ റബ്ബ്. എന്നിട്ട് അള്ളവന് സ്വർഗം കൊടുത്തെന്ന ഹദീസ് ഉണ്ടല്ലോ. എത്രയോ പെമ്മക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയവനല്ല പുറത്തു കൊടുത്തല്ലോ. മോളെ, നിന്നെ പോലെ ജീവിച്ചിരുന്ന ഒരു പെണ്ണിന്റെ മയ്യത്ത് കബറുമാന്തിയിട്ട് കബറിന്റെ അകത്ത് കിടന്നിട്ട് വ്യഭിചരിച്ചവനല്ലാഹു പുറത്തു കൊടുത്തടാ. ചെറുപ്പക്കാരാ, നീ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? എത്ര വലിയ പാപം ചെയ്താൽ പടച്ച റബ്ബിന് കഴിയുമല്ലോ, അല്ലാഹു പുറത്തു തരുമല്ലോ. പക്ഷേ എന്തേ പൊറുക്കാത്തത്? എന്തേ പൊറുക്കാത്തത്? നമ്മളിൽ പലരും ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നില്ല. വെറുതെ പാപം പൊറുക്കെന്ന് പറഞ്ഞാ പോരാ. അല്ലാഹുവിന്റെ മുന്നിൽ പറയേണ്ടതുപോലെ പറയണം, പറയേണ്ടതുപോലെ പറയണം. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബ് നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവോട് പറയേണ്ടതുപോലെ പറയടാമോര്. വെറുതെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഒരുപാട്
കരഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് ദുആ ചെയ്തിട്ട് കാര്യമില്ല. പറയേണ്ടതുപോലെ ഒരു വാക്ക് പറഞ്ഞാ മതി. പറയേണ്ടതുപോലെ ഒരേ ഒരു വാക്ക് മണിക്കൂറുകൾ ദുആ ചെയ്യണമെന്നില്ല, പാതിരാത്രി കരയണമെന്നില്ല. പറയേണ്ടത് ഒരു വാക്കാണെങ്കിലും അല്ലാഹു പുറത്തു തരുമെന്ന് എത്രയോ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു ചരിത്രം പറയുകയാ. മൂസാ നബിയുടെ മുന്നിലേക്ക് ജനങ്ങൾ വന്നിട്ട് പറയുന്നു, മൂസ നബിയേ, മഴയില്ല നബിയേ, മഴയില്ല നബിയേ, കുടിക്കാൻ വെള്ളമില്ല. പടച്ചവനെ, മൃഗങ്ങൾ പോലും ചത്തുപോവുകയാണ്, ഒന്നിനും കുടിക്കാൻ വെള്ളമില്ല നബിയേ. അല്ലാഹുവിനോട് പെടുന്ന ദുആ ചെയ്യുമോ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ജനങ്ങൾ വന്ന് പറയുകയാ. മൂസാ നബി അവിടുന്ന് ഒരു ദിവസം ജനങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. എല്ലാവരോടും ഒരു ദിവസം അവിടുന്ന് ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. അവിടുന്ന് ചരിത്രം പറയുകയാ. അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരു ദിവസം അവിടുന്ന് ഒരുമിച്ച് കൂടുകയാണ്. 70,000-ൽ പരം വരുന്ന ആളുകളുണ്ട്, 70,000-ൽ പരം വരുന്ന ആളുകളുണ്ട്. എല്ലാവരും പടച്ചവര്, ആണും പെണ്ണും പ്രായമുള്ളവരും കുട്ടികളും ഗർഭിണികളും രോഗികളും 70,000-ൽ പരന്ന ജനസാഗരം ഒരുമിച്ച് കൂടുകയാ. മൂസാ നബി എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് മൂസാ നബി ദുആ ചെയ്യുന്നു. അല്ലാ, മഴ തരണേ അല്ലാ. അവിടുന്ന് പടച്ചറപ്പിനോട് ദുആ ചെയ്യുകയാ. അവിടുന്ന് മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുകയാ. മൂസാ നബി അവിടുന്ന് കൈപൊക്കിയിട്ട് ദുആ ചെയ്യുമ്പോ അതാ വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് പറയുന്നു, നബിയേ, അല്ലാഹു മഴ തരൂല, അല്ലാഹു മഴ തരൂല. കാരണമെന്തെന്നറിയോ? കാരണമെന്തെന്നറിയോ? ഇരിക്കുന്ന ജനങ്ങൾക്ക് നടുവില് 40 വർഷമായിട്ട് അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തനുണ്ട്. ഈ വരുന്ന 70,000 വരുന്ന ജനങ്ങൾക്ക് നടുവില് 40 വർഷമായിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരുത്തനുണ്ട്. അവനിവിടന്ന് പോകാതെ റബ്ബ് മഴ തരില്ല നബിയേ. അവിടുന്ന് ചരിത്രം പറയുകയാ. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്, ജനങ്ങളോട് വിളിച്ചു പറയുകയാ. ഇരിക്കുന്ന ജനങ്ങൾക്ക് നടുവില് 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തനുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യില്ല, അവൻ എഴുന്നേറ്റ് പോകണം. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുമ്പോ ജനങ്ങൾ പരസ്പരം നോക്കുകയാണ്. ആരാണല്ലോ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കരിച്ച് നടന്നവനാരാ? പടച്ചവനെ, എല്ലാവരും അവിടുന്ന് പരസ്പരം നോക്കുകയാണ്. ആ ജനങ്ങൾക്ക് നടുവില് അല്ലാഹുവിനെ മറന്ന് നടന്ന മനുഷ്യനും ഇരിപ്പുണ്ട്. അവന് ചിന്തിച്ചു, അല്ലാ, എന്നെ കുറിച്ചാണല്ലോ റബ്ബ് പറഞ്ഞിരിക്കുന്നത്, എന്നെ കുറിച്ചാണല്ലോ മൂസാ നബി പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോ ഇവിടുന്ന് എഴുന്നേറ്റ് പോയാ ജനങ്ങൾ എന്നെ അറിയുമല്ലോ അല്ലാ, നാണം കെടുമല്ലോ അല്ലാ. ആ മനുഷ്യൻ എന്തേ ചെയ്തതെന്നറിയോ? ആ മനുഷ്യൻ പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവേ, ഇത്രയും കാലം ചെയ്തത് പാപമാണല്ലോ, എങ്ങനെ തൗബ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല, എങ്ങനെയാണ് നിന്നോട് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അല്ലാഹുവേ, ഇനി മുതൽ ഞാൻ നിന്നെ മറന്ന് ജീവിക്കില്ല അല്ലാ. ഇന്നുവരെ ചെയ്തത് മുഴുവനും നീ എനിക്ക് പുറത്തു തരണേ അല്ലാ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. ഇനി ഒരിക്കലും ഞാൻ നിന്നെ മറക്കില്ല അല്ലാ. പടച്ചവനെ, എന്റെ തൗബ നീ സ്വീകരിച്ച നീ മഴ തരണേ അല്ലാ.
മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് റബ്ബിനോട് പറയുകയാ, നിമിഷങ്ങൾ കഴിയുമ്പോ ആകാശത്തിന്റെ വിരിമാറിൽ നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് അവിടന്ന് മഴയങ്ങ് പെയ്യാൻ തുടങ്ങി. അവിടന്ന് മഴയങ്ങ് പെയ്യാൻ തുടങ്ങി. ഒരു മനുഷ്യനും എഴുന്നേറ്റ് പോയില്ല. എന്നിട്ടും അവിടന്നും മഴ പെയ്തല്ലോ. മൂസാ നബി അലൈഹിസ്സലാമിന് അവിടെ അത്ഭുതമായി. അല്ലാഹുവേ, എങ്ങനെയാണ് മഴ പെയ്തത്? എങ്ങനെയാണ് മഴ പെയ്തത്? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ പാപം ചെയ്ത മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തു. അവന് തൗബ ചെയ്ത സന്തോഷത്തിൽ മഴ കൊടുത്തതാണ് മൂസാ. പടച്ചവനെ, പെങ്ങള്, ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. ഇഖ്ലാസോടുകൂടി വേണമെന്നും പറയാ. ഇഖ്ലാസോടുകൂടി വേണം തൗബ ചെയ്യാൻ. അതുകൊണ്ട് വെറുതെ നടന്നാ പോരാ. പെങ്ങള്, പാപം പൊറുക്കണമെങ്കിൽ ഒരുപാട് നിലവിളിക്കണമെന്നില്ല, ഒരുപാട് കരയണമെന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, പറയുന്നത് ഒരു വാക്കാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, പറയണം പെങ്ങളെ, മക്കളെ. പാപം പൊറുക്കാനുള്ള എളുപ്പവഴി എന്തെന്നറിയോ? അല്ലാഹുവിനോട് പറയണം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞല്ലോ, ഇസ്തിഗ്ഫാർ തൗബയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടേ മരിക്കാവൂ, തൗബ ചെയ്തിട്ടേ മരിക്കാവൂ. ഇസ്തിഗ്ഫാർ പറഞ്ഞോ, ഇസ്തിഗ്ഫാർ പറഞ്ഞോ, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോ. ഇസ്തിഗ്ഫാർ തൗബയാ. ഇമാം ഗസ്സാലി തങ്ങളുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് പാപം പൊറുത്തവന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചവരാ. അതുകൊണ്ട് സമയമുണ്ട് മക്കള്, സമയമുണ്ടടാ. അല്ലാഹുവിന്റെ മുന്നിൽ ഏതുവരെ സമയമുണ്ടെന്നറിയുമോ? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിറു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഏതുവരെ എന്നറിയുമോ? റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന സമയം വരെ നിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആണുങ്ങളോടും പെണ്ണുങ്ങളോട് അവിടെ ആത്മാർത്ഥമായിട്ട് പറയുകയാ, തൗബ ചെയ്യാതെ പിരിയല്ലേ. എത്ര സമയമായാലും, പാതിരാത്രി എത്ര മണിയായാലും ഇവിടെ ഇരുന്നു കൊണ്ട് 10 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട്, 10 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ദുആ ചെയ്തു പിരിയുകയാ. മനസ്സിൽ നിയ്യത്ത് ചെയ്യ്, മനസ്സിൽ നിയ്യത്ത് ചെയ്യ്. പ്രതിഫലം എന്തെന്നറിയോ? പ്രതിഫലം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നെല്ലാവരും ഈ സദസ്സിൽ ഇരുന്നുകൊണ്ട് തൗബ ചെയ്തിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തത് മുഴുവനും ഈ മഖാമിന്റെ മുന്നിൽ കഴുകി കളഞ്ഞിട്ട് ഇറങ്ങിപ്പോയാ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇന്ന് രാത്രി നമ്മളെ വീട്ടിലേക്ക് കടന്നുപോയി, അല്ലാഹ് രാവിലെ വിളിക്കുമ്പോ എഴുന്നേറ്റില്ല, ഈ കിടപ്പില് കിടന്നങ്ങോ മരിച്ചു പോയാ നാളെ രാവിലെ വരക്കൽ പള്ളിയിൽ വിളിച്ചു പറയുമല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണവാർത്ത വിളിച്ചു പറയുമല്ലോ. ജനങ്ങൾ മുഴുവനും വീട്ടിലേക്ക് ഒഴുകുമല്ലോ. അവസാനം വീടിന്റെ പരിസരത്ത് നിന്നെ എടുത്ത് കടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നിന്റെ മയ്യത്ത് കുളിപ്പിച്ചു. എന്നിട്ട് റബ്ബേ
കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഏറ്റവും വില കുറഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത 3 കഷ്ടമ തുണിയുണ്ടല്ലോ, ആ തുണിക്കകത്തേക്ക് നമ്മളെ മലർത്തിക്കിടത്തുമല്ലോ. എന്നിട്ട് പടച്ചവനെ കുറച്ച് പഞ്ഞി എടുത്തിട്ട് അതിനകത്ത് സുഗന്ധം തേച്ചിട്ട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. നാളെ നിലവിളിയാ കൊണ്ടുവന്ന് കിടത്തിയിട്ട് അതാ വെള്ള തുണിയുടെ മുകളിൽ കിടത്തിയിട്ട് അവിടെ നിന്ന് നിന്റെ മൂക്കിൽ പഞ്ഞി വെക്കുമല്ലോ. എന്നിട്ട് എല്ലാവരും കൂടെ നിന്നെ അങ്ങ് പൊതിയുമല്ലോ. നിന്റെ കുടുംബക്കാര് പറയുകയാ, കാണണ്ടവരൊക്കെ കണ്ടോ, പൊതിയാൻ പോകുകയാ. പടച്ചവനെ കാണാൻ വല്ലാത്ത തിരക്കാ. എല്ലാരും നിന്നെ കാണാൻ വല്ലാത്ത തിരക്ക് കൂടുമ്പോ നിന്റെ കൂടെ പറപ്പ് തന്നെ പറയുകയാ, കണ്ടതൊക്കെ മതി, പൊതിഞ്ഞോ, കുഴിച്ചിടണമല്ലോ, കബറടക്കണമല്ലോ. അവിടെ നിന്ന് പള്ളിയിൽ കൊണ്ടുവന്നു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോകുമ്പോ തൗബ ചെയ്ത് മരിച്ചവര്, ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് മരിച്ചവര്, ഇന്ന് ഈ മജ്‌ലിസിലിരുന്ന് ദുആ ചെയ്തിട്ട് പോയ ഉമ്മ, നീ എത്ര വലിയ പാപം ചെയ്തവളാണെങ്കിലും, നീ എത്ര വലിയ ദ്രോഹം ചെയ്തവളാണെങ്കിലും, ഇന്നിവിടെ ഇരുന്ന് കരഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ പറഞ്ഞിട്ട് പോയാ, ഈ പോകുന്ന വഴിയിൽ നീ മരിച്ചാ നിനക്കല്ല തരുന്ന പ്രതിഫലം ഞാൻ പറയൂല. എന്തിനാ നിനക്ക് തരുന്നത് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വരക്കൽ പള്ളിയുടെ ഖബർസാനിൽ നിനക്കൊരുക്കി വെച്ചിരിക്കുന്ന 6 അടി മണ്ണിന്റെ ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്തേക്ക് നിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ നമസ്കാരം കഴിഞ്ഞിട്ട്, പള്ളിയിൽ നിന്ന് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് നിന്റെ ജനാസ ഖബറിലേക്ക് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ ഖബറാളികൾക്ക് എന്ത് സന്തോഷം എന്നറിയോ? പള്ളിപ്പറമ്പില് പെരുന്നാളിന്റെ ആഘോഷമാ. പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഖബറാളികൾക്ക് മുഴുവനും പെരുന്നാളിന്റെ സന്തോഷവാ. എന്തേ കാരണമെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, തൗബ ചെയ്ത ഒരു മനുഷ്യന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചാ ഖബറിന്റെ പരിസരത്ത് കിടക്കുന്നവർക്ക് പോലും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ചെയ്ത ഒരു പാവം, അല്ല ഞാൻ കള്ളു കുടിച്ചല്ല, ഇനി കുടിക്കൂല. അല്ല റബ്ബേ, ഞാൻ വ്യഭിചരിച്ചല്ല, ഇനി ഒരിക്കലും ഞാൻ ചെയ്യൂല. അല്ല ഒരുപാട് നിസ്കാരം മുടക്കി, എൻ്റെ ഇക്കാനെ ഞാൻ ചതിച്ചു, എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ജീവിച്ച അവളെ ഞാൻ വഞ്ചിച്ചു. അല്ല ഇനി ഞാൻ ചെയ്യില്ല റബ്ബേ എന്ന് അള്ളാഹുടെ മുന്നിൽ കരഞ്ഞു പറഞ്ഞു മരിച്ച നിന്റെ മയ്യത്ത് കൊണ്ടുവച്ച നിന്റെ പരിസരത്ത് കിടക്കുന്നവന് ഒരു അള്ളാഹ് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ലല്ലാ, ഇവനെക്കാരും വലിയ കൊലകൊമ്പന്മാര് പറഞ്ഞിട്ട് ഞാൻ അനങ്ങിയിട്ടില്ല. അല്ല, ഇവനെക്കാരും എത്രയോ വലിയവര് കിടന്നിട്ട് എത്ര വഴുത് പറഞ്ഞ് ഞാൻ അനങ്ങിയിട്ടില്ല. നാളെ നിന്റെ ജനാസ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോകുമ്പോ കബറാളികൾ പോലും നിന്നെ ശപിക്കും. എടാ നശിച്ചവനെ, അല്ല തന്ന അവസരം കളഞ്ഞല്ലോടാ. റബ്ബ് നിനക്കൊരുപാട് അവസരം തന്നില്ലേ, ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല, ഞങ്ങൾക്ക് പോലും തൗബ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അല്ല നിനക്ക് ചാൻസ് തന്നിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോടാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതുകൊണ്ട് പെങ്ങളെ, പാപം ചെയ്തവരാ നമ്മളൊക്കെ. അള്ളാഹിനോട് പറ, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. കാശ് കൊടുക്കണ്ടല്ലോ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ തൗബേന. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാവം അള്ളാഹു പുറത്തു തരും. പക്ഷെ നമ്മുടെ ഉമ്മമാര് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടുണ്ടാ, കയ്യിലോട്ട് മറ്റേ തസ്ബീഹ് അസ്തഗ്ഫിറുല്ലാഹ് അടിയ, ടി വിയുടെ മുന്നിലിരുന്നു അസ്തഗ്ഫിറുല്ലാഹ്, പരദൂഷണം പറയുമ്പോഴും അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
പണ്ടൊരു ഉസ്താദ് പറഞ്ഞു, തെറ്റുകൾ കണ്ട അസ്തഗ്ഫിറുല്ലാ പറയണം. പണ്ടൊരു ഉസ്താദ് വഴുത് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്തെങ്കിലും പെണ്ണുങ്ങളൊക്കെ ഉസ്താദ് ഔറത്ത് മറയ്ക്കാതൊക്കെ നടന്നു പോകുന്നു, അപ്പോൾ നമ്മളെന്ത് കണ്ട അസ്തഗ്ഫിറുല്ലാ പറയണം. പിറ്റേ ദിവസം കുറച്ച് ചെറുപ്പക്കാരിങ്ങനെ പോസ്റ്റിൻ്റെ മുകളിൽ ഇരിക്കുക. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാ. എല്ലാവരും ചോദിച്ചു എവിടെ എളിയാന്ന്, എല്ലാവരും ചോദിച്ചു എവിടെയെന്ന്. കാരണം എന്തേ? ഉസ്താദ് പറഞ്ഞെന്താ, എന്തെങ്കിലും തെറ്റ് കണ്ട അപ്പോഴും അതാ നമുക്ക് അസ്തഗ്ഫിറുല്ലാ, നമ്മുടെ അസ്തഗ്ഫിറുല്ലാ ഒന്നും പറയാതിരിക്കല നല്ലത്. എല്ലാവർക്കും അറിയാൻ ചെയ്യുന്നത് പാപമാണെന്നറിയാം, തിരുത്താൻ മനസ്സില്ല. ചെയ്യുന്നത് തെറ്റുകളാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനേക്കാളും വലിയ അക്രമമുണ്ടോ? അതുകൊണ്ടാണ് തഴവ് ഉസ്താദ് പറഞ്ഞത്, പൊറുക്കൻ്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്ന. നമ്മുടെ അവസാനം പറയുക, അല്ലാ ധിക്കരിച്ച് ചെയ്ത്, അത് അല്ല കാണുന്നുണ്ട് അല്ലേ? നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ല കാണുന്നുണ്ടെന്ന്, എന്നിട്ടും ചെയ്ത അല്ല ഉണ്ട്, എനിക്കൊരു ചുക്കുമില്ല. അതന്നെ നമ്മൾ ചിന്തിച്ചു വയ്ക്കുക സഹോദര. ഏറ്റവും വലിയ പാപം എന്തെന്നറിയോ? നമ്മളൊന്നും ശിർക്കൊന്നും ചെയ്യൂല. നിങ്ങൾ ചിന്തിച്ചേ, ഏറ്റവും വലിയ പാപം നമ്മൾ വീടിനകത്ത് ആരും കാണാതെ ഇരുന്നൊരു പാപം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം മൊബൈലിനോട് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൃത്തികേട് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ആരെങ്കിലും വരുന്ന ശബ്ദം കേട്ടാൽ അപ്പം എടുത്ത് മാറ്റും. പാപ്പയോ ഉമ്മയോ ആരെങ്കിലും നമ്മുടെ റൂമിലേക്ക് കയറി വരുന്നത് കണ്ടാൽ ഉടനെ ആ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞു മാറും. ആ മനുഷ്യൻ്റെ വില പോലും അള്ളാഹ്ക്ക് കൊടുത്തില്ലല്ലോ. കേവലം ഒരു മനുഷ്യൻ കയറി വന്നപ്പോൾ നീ ഇവൻ ഇത്രയും ഭയന്നു. നീ അള്ളാഹ്ക്ക് കൊടുത്ത സ്ഥാനം ആലോചിച്ച് നോക്കിയേ. അള്ളാഹ്ക്ക് ഒരു വിലയും നീ കൊടുത്തില്ലല്ലോ. എത്ര വലിയ പാവാ സഹോദരൻ. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. ഇത് ചിന്തിക്കാത്തതാ. അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത്. ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, എനിക്ക് പാവങ്ങൾ ചെയ്യാൻ തോന്നുകയാണ്, ഇപ്പോഴും ഞാൻ നശിച്ചു, എൻ്റെ തെറ്റിലേക്ക് ഞാൻ പോകാം. എന്താ വഴി? മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, പറയടാ മോനെ, അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഴി. മോനെ, അള്ളാഹിനെ കുറിച്ചുള്ള അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹ് ആ സാക്ഷി, വേറെ ആരുമല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് തെറ്റുകൾ നിത്യം ഇവിടെ ചെയ്യാത്ത ആരുമില്ല സഹോദര. ഞാനും ചെയ്യും, നിങ്ങളും ചെയ്യും. ഈ പ്രസംഗിക്കണ എൻ്റെ തനി സ്വഭാവം. ഞാനിങ്ങനെ എല്ലാവരും വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് മുത്താൻ വരും. ഈ ഉസ്താദന്മാരൊക്കെ ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട്. ഒരുപാട് പ്രായമുള്ളവർ വരെ. ഞാൻ എൻ്റെ റബ്ബേ, എൻ്റെ സ്വഭാവം എന്താണെന്ന് അള്ളാഹ്ക്ക് എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ, മനുഷ്യന്മാരല്ല കാക്കുമാറാകട്ടെ. നമ്മുടെ സ്വഭാവം നമുക്കല്ലേ അറിയൂ. ഒരു യോഗ്യതയുമില്ലാത്ത നമ്മൾ ചിന്തിക്കേണ്ടതാ. നമ്മുടെ യഥാർത്ഥ പാപങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ ആരും അറിയുന്നില്ല. നമ്മൾ ചിന്തിക്കുക, അള്ളാനെ പയ്യില്ലല്ലോ നമുക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുക. അള്ളാനെ ഭയക്ക്. അള്ളാനെ ഭയന്ന് ജീവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രതിഫലം അല്ലാഹ് നമുക്ക് തരുന്നത്. എല്ലാവരും പാപം ചെയ്യുന്നവരാ, ചെയ്യാത്ത ആരുമില്ല. പക്ഷെ ഈ ചെയ്ത പാപമൊക്കെ ചുമക്കരുത്, അത് ഇറക്കി വെക്കണം. അത് എത്ര വലിയ പാപമാണെങ്കിലും അള്ളാഹുടെ മുന്നിൽ പറഞ്ഞ് നന്നാകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സഹോദരിമാരെ, 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ പെണ്ണുങ്ങളെ കുറിച്ച് ചിന്തിച്ച്, അടുത്ത് ഇവിടെ വഴുതൽ വന്നിട്ട് ജനശതാബ്ദിയിൽ ഇങ്ങനെ കയറിപ്പോവാ. ജനശതാബ്ദിയിൽ ഇങ്ങനെ കയറി പോകുമ്പോൾ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ, ഞാനിങ്ങനെ റെയിൽവേ ഇറങ്ങിപ്പോവാ. ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ അപ്പുറത്തൊരു മുസ്ലിം താത്ത ഇരിക്കുക. ഈ താത്ത കരയുക. എൻ്റെ അപ്പുറത്തെ സീറ്റിലിരിക്കണ ഒരു താത്ത ഇങ്ങനെ കരയുന്നുണ്ട്. ഗ്ലാസ്സിൽ കൂടെ കാണാൻ ഇടയ്ക്ക് മൂക്കൊക്കെ ഇങ്ങനെ പിഴിയുക. സാധു പടച്ചോനെ, നമ്മൾ വിചാരിച്ചു വല്ല സങ്കടം എന്താപ്പാ, വല്ല അസുഖമോ അല്ലെങ്കിൽ ആരെങ്കിലും ആശുപത്രിയിലോ മരണ വീട്ടിലോ പോകാനും. അവസാനം ഇറങ്ങി പോകുമ്പോഴറിയണം ഈ താത്ത സീരിയൽ കണ്ടിട്ട് കരയാപ്പ. ഒന്ന് ആലോചിക്ക. ട്രെയിൻ, വല്ലാഹി കള്ളം പറഞ്ഞല്ല, പടച്ചോനും 10-30 ഈ താത്ത ട്രെയിനിൽ ഇരുന്നിട്ട് മൂക്ക് വരെ ഇങ്ങനെ പിഴിയാ. സാധു അല്ലാഹു അഅലം. എന്താപ്പാ നിങ്ങളെ ചിരിക്കണത് ഇല്ലേ? നിങ്ങളെ കരയണതോ ആരും കാണുന്നില്ല. ആ കരച്ചൽ അള്ളാനെ ഓർത്ത് കരഞ്ഞിരുന്നെങ്കിൽ എന്നെ രക്ഷപ്പെട്ടേനെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് തെറ്റുകൾ ചെയ്യാൻ അള്ളാനെ ഭയക്കടോ ചങ്ങാതി. റബ്ബിനെ നമുക്ക് തൗബ ചെയ്യാൻ സമയം കിട്ടൂലല്ലോ. തൗബയുടെ വാതിലടഞ്ഞു പോയാൽ അതുകൊണ്ടാ പറഞ്ഞത് എല്ലാ ദിവസവും രാത്രി തൗബ ചെയ്തിട്ടേ 6 കാര്യങ്ങൾ ചെയ്തിട്ടേ ഉറങ്ങാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 6 കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങരുത്. ഓരോ മനുഷ്യനും ഉറങ്ങുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ ചെയ്തു വെക്കണമെന്നാണ്. 6 കാര്യം ചെയ്യാതെ ഉറങ്ങിപ്പോകരുത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതിൽപ്പെട്ട ഒരു കാര്യമാണ് തൗബ ചെയ്തിട്ടേ ഉറങ്ങാവൂ. അതിന് കരയണം വിളിക്കണമെന്നും പറഞ്ഞില്ലല്ലോ. ഒരു അസ്തഗ്ഫിറുല്ലാ പറ ആത്മാർത്ഥമായിട്ട്. അസ്തഗ്ഫിറുല്ലാ ആത്മാർത്ഥമായിട്ട്. ഇമാം ഗസാലി തങ്ങളുടെ ചരിത്രം പറയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അസ്തഗ്ഫിറുല്ലായെ കുറിച്ചാണ് ഇമാം ഗസാലി തങ്ങൾ പ്രസംഗിക്കുക.
ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ടവൻ കയറി വരിക വഴുതേക്കാൻ. ഏറ്റവും വൃത്തികെട്ടവനെ വഴുതേക്കാൻ വരണേ. ഓനെ കാണുമ്പോൾ തന്നെ ആൾക്കാർ നീങ്ങിയിരുന്നു. ഓ നേരെ കയറി വന്നു വയലിൻ്റെ സദസ്സിലിരുന്നു. ഇമാം ഗസാലി തങ്ങൾ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പ്രസംഗിക്കുക. അവിടെ നിന്ന് പറഞ്ഞു ഇസ്തിഗ്ഫാർ പറഞ്ഞ അള്ളാഹ് പുറത്തു കൊടുക്കും. അപ്പോൾ ഓൻ എഴുന്നേറ്റിട്ട് ചോദിക്കുക, ഞാൻ പറഞ്ഞ അള്ളാഹ് പുറത്തു തരൂ. അപ്പോൾ ഓൻ ആരാന്ന് ചിന്തിച്ച് ചോദിക്കുക. ഇവൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുക, ഞാൻ ചോദിച്ച അള്ളാഹ് പുറത്തു തരുമോ? എടാ നിന്നെ പോലെ 100 എണ്ണത്തിന് അള്ളാഹ് പുറത്തു കൊടുക്കൂടാന്ന് പറഞ്ഞു. ഓൻ മിണ്ടാതെ അവിടെ ഇരുന്നു. എന്നിട്ട് ഇവൻ അള്ളാഹുവിനോട് പറഞ്ഞു, അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, എൻ്റെ പാവം പുറത്തു തരണേ അല്ലാഹ്, എൻ്റെ പാപം നീ പുറത്തു തരണേ അല്ലാഹ്. എന്നിട്ട് ഓൻ പറയുക, എൻ്റെ തൗബ നീ സ്വീകരിച്ചെങ്കിൽ എനിക്ക് അടയാളം കാണിച്ചു തരണം. എൻ്റെ തൗബ നീ സ്വീകരിച്ചെങ്കിൽ എനിക്ക് അടയാളം കാണിച്ചു തരണം. 3 അടയാളങ്ങൾ ചരിത്രം പറയുക. ഓൻ പറഞ്ഞു, 1, എനിക്ക് ഇൽമ പഠിക്കാൻ നിന്റെ ഇൽമ എനിക്ക് തരണം. അള്ളാഹുവേ നിന്റെ ഇൽമ എനിക്ക് തരണം. 1. ഈ മനുഷ്യൻ പറയുന്നു, അസ്തഗ്ഫിറുല്ലാ പറഞ്ഞ പാപം പൊറുക്കും. അല്ലാഹ് നീ ഒരിക്കലും ഞാൻ ചെയ്യില്ല, അല്ലാഹ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പാപം നീ പുറത്തെങ്കിൽ, എൻ്റെ തൗബ സ്വീകരിച്ചെങ്കിൽ എനിക്ക് നിന്റെ ഇൽമ പഠിക്കാൻ ആഗ്രഹം തരണം, എനിക്ക് ഇൽമ തരണം. 2, പടച്ചോനെ എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം നീ തരണം. 3, എൻ്റെ ശബ്ദം നീ തുറന്നു തരണം, ഏറ്റവും മനോഹരമായ ശബ്ദം. അവസാനം സദസ്സ് കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിപ്പോകുമ്പോൾ ഈ മനുഷ്യൻ അള്ളാഹു ഇൽമ പഠിക്കാനുള്ള ആഗ്രഹം കൊടുത്തു. ഇമാം ഗസാലി തങ്ങളെടുത്ത് വിട്ട് പറഞ്ഞു, എനിക്ക് ഇൽമ പറഞ്ഞു തരാൻ. നിമിഷങ്ങൾക്കുള്ളിൽ അള്ളാഹു റിസൾട്ട് കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് ചരിത്രം പറയുക, അദ്ദേഹം ഒരു ഖുർആനോ എന്തെങ്കിലും പാരായണം ചെയ്താൽ പറന്നു പോകുന്ന പറവകൾ പോലും വന്നിരുന്ന് കേൾക്കും. അത്രയും യേശുദാസിനെക്കാളും നല്ല ശബ്ദം. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിലിൽ എല്ലാ ദിവസവും രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാകുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, അസ്തഗ്ഫിറുല്ലാ ജീവിതത്തിൽ പറയുക, അള്ളാഹുവിനോട് തൗബ ചെയ്യുക. ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 70 പ്രാവശ്യം പറയാൻ. സഹാബത്ത് ചോദിച്ചു, അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി എന്തിനാ നബി 70 എന്ന് പറഞ്ഞേ? ഒരാൾ ഒരു ദിവസം 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ അന്നത്തെ ദിവസം ചെയ്ത 700 പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് സമയമുണ്ട്. തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് നീ അള്ളാഹിനോട് തൗബ ചെയ്താലും അള്ളാഹു നിന്റെ പാപം പൊറുക്കും. അള്ളാഹു ഗഫൂറ, അള്ളാഹു റഹീമ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തട്ടെ എന്ന് കാത്തിരിക്കരുത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തൗബ ചെയ്തിട്ടേ മരിക്കാവൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 10:40 ഇൻഷാ അല്ലാഹ്. 10:30 വരെയായിരുന്നു ഉദ്ദേശിച്ചത്. 8 മിനിറ്റ് കൂടുതലായി. എന്ത് വേണം? ഒരെണ്ണം കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇരുന്നാൽ പറയാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യും. എന്ത് വേണം? ആഗ്രഹം ഉണ്ടെങ്കിൽ കൈവയ്ക്കുക. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടാ. മോതിരമൊക്കെ ഉണ്ട്, ഇത് തിരിച്ചു കൊണ്ടുപോകണ്ട. നാളെ എന്തായാലും നിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാനുള്ളതാ. അതുകൊണ്ട് എല്ലാം ഇന്നത്തോടു കൂടി കൊടുത്തിട്ട് പൊക്കോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 3, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി എവിടെന്ന് പറയുന്ന 3ാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിനെ കുറിച്ചുള്ള സൽവിചാരണത്തോടുകൂടി വേണം നീ മരിക്കുക. അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരത്തോടുകൂടി വേണം നീ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകാൻ. അല്ലാഹു എപ്പോഴും നമ്മളോടൊപ്പമുണ്ടെന്നും അവന് തെറ്റുകുറ്റങ്ങൾ അവന് പൊറുക്കുന്നവനാണെന്നും അവൻ നമ്മളോട് കരുണ കാണിക്കുന്നവനാണെന്നും പടച്ചവനെ ഒരു ശുഭപ്രതീക്ഷ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. ജാബിർ ഇബ്നു അബ്ദില്ലാഹിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല മൗതിഹി ബിസലാസതി അയ്യാം യഖൂലു ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ظني بالله عز وجل.
മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന്റെ 3 ദിവസം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, നിങ്ങളിൽ ഒരാളും അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരമുള്ളവനായി കൊണ്ടിട്ടല്ലാതെ മരിക്കാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹുവിനെ കുറിച്ച് നല്ലത് കരുത്. ഒരു ഭാവനങ്ങള് അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ഭാവന നിന്റെ ഹൃദയത്തിൽ വേട്ട്. അല്ലാഹു കരുണയുള്ളവനാ, അല്ലാഹു പുറത്തു തരുന്നവനാ, അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. എത്ര വലിയ പാപം ചെയ്താലും എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരുമല്ലോ, അല്ലാഹു എനിക്ക് സ്വർഗ്ഗം തരുമല്ലോ. ഈ പ്രതീക്ഷയാണ് വേണ്ടത്, ഈ പ്രതീക്ഷയാണ് വേണ്ടത്. അല്ലാതെ പടച്ചവനെ അല്ലാഹു എന്നെ നരകത്തിലിടും, അവന് കരുണയില്ലാത്തവനാണ്, അവൻ ദയയില്ലാത്തവനാണ്. ഈ ഭാവനയോടുകൂടിയല്ല നീ മരിക്കേണ്ടത്. നല്ല നീയത്തോടുകൂടി, നല്ല ഭാവനയോടുകൂടി അല്ലാഹുവിനെ കുറിച്ച് നല്ലതു മാത്രം കരുത്. പെങ്ങളെ, അല്ലാഹുവേ, ചാകാൻ കടന്ന ഒരു നായിക്ക് നിന്റെ അല്ലാഹുവെന്നറിയോ? ചാകാൻ കടന്ന ഒരു നായിക്ക് വ്യഭിചാരിയായ ഒരു പെണ്ണ് കുടിക്കാൻ അല്പം വെള്ളം കൊടുത്തപ്പോ അല്ലാഹു സ്വർഗ്ഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ജനങ്ങൾക്ക് ഉപദ്രവമായി റോഡിൽ കിടന്ന ഒരു കല്ലെടുത്ത് കളഞ്ഞവന് അല്ലാഹു സ്വർഗ്ഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹു കരുണയുള്ളവനാണ്. അവിടുന്ന് ഹദീസിൽ കാണാം, മഹാനായ സ്വഹാബി അവിടുന്ന് പറഞ്ഞു തരികയാ, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ ഒരു അടിമയെ കൊണ്ടുവരികയാണ്. അവന്റെ നന്മതിന്മകൾ അല്ലാഹു തൂക്കുകയാ, അവന്റെ നന്മതിന്മകൾ അല്ലാഹു തൂക്കുകയാ. എന്നിട്ട് പടച്ചവനവനെ നരകത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. ആ മനുഷ്യനവിടുന്ന് നരകത്തിലേക്ക് പോകുമ്പോ അല്ലാഹുവിനെ നോക്കി കരയുകയാ, അല്ലാഹുവിനെ നോക്കി കരയുകയാ. അല്ലാഹുവേ, പിന്നെയും ആ മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ്. എന്തിനാടാ കരയുന്നത്? പോകടാ. അവൻ മുന്നോട്ട് പോയി. പിന്നെയും അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹുവിനെ നോക്കിയിട്ട് കരയുകയാ. അവസാനം അല്ലാഹുവിനെ നോക്കും, കരയും, അല്ലാഹുവിനെ നോക്കും, കരയും. ഇങ്ങനെ നരകത്തിന്റെ മുന്നിലെത്തിയപ്പോ അല്ലാഹു ആ മനുഷ്യനെ അടുത്ത് വിളിക്കുകയാ, അല്ലാഹു ആ മനുഷ്യനെ അടുത്ത് വിളിക്കുകയാ. എന്തിനാ പോകാൻ പറഞ്ഞാ പോയാ പോരെ? നീ എന്തിനാ കരഞ്ഞുകൊണ്ടെന്നെ തിരിഞ്ഞു നോക്കിയത്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാ, നീ കരുണയുള്ളവനാണല്ലാ, നീ ഗഫൂറാണല്ലാ, നീ റഹീമാണല്ലാ. നിന്റെ അടിമയുടെ കണ്ണ് നിറയുന്നത് നിനക്കിഷ്ടമല്ലല്ലോ അല്ലാ. നിന്റെ അടിമ കരയുന്നത് നിനക്കിഷ്ടമല്ല. എന്റെ കരയുന്ന മുഖം കണ്ട, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ മുഖം കണ്ട കേറിപ്പോകടാ സ്വർഗത്തിലേക്കെന്ന് നീ എന്നെ പറഞ്ഞു വിടുമെന്ന് കരുതിയിട്ട് കരഞ്ഞതാ അല്ലാ. ഞാൻ കരഞ്ഞുകൊണ്ട് അങ്ങ് അല്ലാഹുവോട് പറയുകയാ, ഞാൻ കരഞ്ഞുകൊണ്ട് പോകുമ്പോ എന്റെ കരച്ചല് കണ്ടിട്ട് കേറി സ്വർഗത്തിൽ പോടാ എന്ന് നീ പറയുമെന്ന് പ്രതീക്ഷ വെച്ച് നോക്കിയതാ അല്ലാ. അല്ലാഹു ആ മനുഷ്യൻ അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ചത് കാരണം സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവേ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു സൽവിചാരം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. അങ്ങനെ വേണം നീ മരിക്കാൻ, അങ്ങനെ വേണം നീ മരിക്കാൻ. വിശദീകരിക്കുന്നില്ല. നാലാമത്തെ കാര്യം എന്തെന്നറിയോ?
അല്ലാഹുവിനെ പറ്റിയുള്ള ഭയവും പ്രതീക്ഷയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാകണം, അതുപോലെ പ്രതീക്ഷയും ഉണ്ടാകണം. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ ശാബുൻ വഹുവ ഫീ മൗതി ഫഖാല കൈഫ തജിദുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഒരു യുവാവിനെ സന്ദർശിക്കാൻ പോയി. മരിക്കാൻ കിടക്കുന്ന ഒരാളെ സന്ദർശിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, റബ്ബിൽ പ്രതീക്ഷയുണ്ട് നബിയെ, അള്ളാഹുവിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്, അതോടൊപ്പം എനിക്ക് സംഭവിച്ച തിന്മകളിൽ ഞാൻ പേടിക്കുന്നുണ്ട്, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് നബി, എനിക്ക് നല്ല പേടിയുണ്ട്, എങ്കിലും അള്ളാഹു എനിക്ക് പുറത്തു തരുമെന്നുള്ളൊരു പ്രതീക്ഷയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന്റെ ആ ഒരു മറുപടി കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്രയും വേളയിൽ ഈ രണ്ട് ചിന്തകൾ, സ്വർഗപ്രതീക്ഷയും നരകത്തെക്കുറിച്ചുള്ള ഭയവും ഒരടിമയിൽ ഒരുമിച്ച് കൂടിയാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹിനെ കുറിച്ചുള്ള പേടി വേണം. അള്ളാഹുടെ മുന്നിൽ അതാണ് പറഞ്ഞത്, ഹിസാബൈ യസീറ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആയിഷ ബീബി ചോദിച്ചു, എന്താ നബി ഹിസാബൈ യസീറ? നമ്മൾ അള്ളാഹുടെ മുന്നിൽ പോകുമ്പോൾ എല്ലാവരെയും അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടി പിടിച്ചു നിർത്തും, എല്ലാവരെയും പിടിച്ചു നിർത്തും. അവിടെ നിന്ന് ചരിത്രം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിക്കകത്തിരുന്നിട്ട് മഹ്ശറയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. മഹ്ശറയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ട് മുത്തുനബി വീട്ടിൽ കയറി വന്നപ്പോൾ ആയിഷ ബീവി തളർന്ന് കിടക്ക, കരഞ്ഞ് തളർന്ന് കിടക്ക. അടുത്തു വന്നു, എന്തേ ആയിഷ കരയണേ? അങ്ങ് പരലോകത്തെ പറയണത് കേട്ടിട്ട് കരഞ്ഞതാ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ കണ്ണുനീര് തുടച്ചു കൊടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണുനീര് തുടച്ചു കൊടുത്തു. അപ്പം ആയിഷ ബീവിക്ക് വലിയ സന്തോഷമായി. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് സംസാരിച്ചു. അപ്പോൾ ചോദിച്ചു, നബി എന്നെ വല്ലാത്ത ഇഷ്ടമാണോ? എനിക്ക് വലിയ ഇഷ്ടമാണ് ആയിഷ, നിന്നോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ് ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ നാളെ പരലോകത്ത് വരുമ്പോഴും ഈ സ്നേഹം കാണുമോ? വല്ലാത്തൊരു ചോദ്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, നബിയെ എന്നെ വല്ലാത്ത ഇഷ്ടമാണോ? എനിക്ക് വലിയ ഇഷ്ടമാണ് ആയിഷ, നാളെ പരലോകത്ത് വരുമ്പോഴും ഇത് കാണുമോ? മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് നിറഞ്ഞു, കരയാൻ തുടങ്ങി. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ സലാസത്തുൻ, 3 സ്ഥലം. നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട്. ആ 3 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരാളും മറ്റൊരാളെ സഹായിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുത്തി നബി പോലും പറഞ്ഞു കൊടുത്തു, 3 സ്ഥലങ്ങളുണ്ട്. ആ 3 സ്ഥലങ്ങളിൽ ചെന്ന വാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സ്വഹിബതിഹി വ ബനി, ആരുണ്ടാകില്ല. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരെ വിചാരണയ്ക്ക് വേണ്ടി വിളിക്കും. ആയിഷ ബീവി പറയുന്നുണ്ട്, അവിടെ നിന്ന് പറയുന്നു മൻ ഹൂസിബ്, അവിടെ നിന്ന് പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അവൻ നശിച്ചെന്ന. പക്ഷെ അള്ളാഹു ഹിസാബൈ യസീറയിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. അള്ളാഹു വിളിക്കും, സിറാജ് ഇങ്ങവിടെ നിസ്കരിച്ചില്ലേ അല്ലേ, ഞാൻ പറയണമെന്ന് അനുസരിച്ചില്ലല്ലേ, എന്നെ ധിക്കരിച്ച് നടന്നില്ലേ, ഉടഞ്ഞുടച്ച അള്ളാണ്ട് പറയും, എല്ലാം ചെയ്തല്ല, ശരി നീ കയറി പൊക്കോ. അള്ളാഹ് പറയും, നമ്മളെ വിളിച്ചിട്ട് അള്ളാഹു വിചാരണ ചെയ്യും, എന്നിട്ട് പറയും നീ പൊക്കോ എന്ന് പറഞ്ഞ് ചിലരെ കയറ്റിവിടും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹിനെ കുറിച്ചുള്ള പേടിയും ഉണ്ടാകണം, പ്രതീക്ഷയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു പുറത്തു തരുമെന്നുള്ളൊരു പ്രതീക്ഷ, അള്ളാഹു എന്നോട് കരുണ കാണിക്കുമെന്നുള്ള പ്രതീക്ഷ. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്താലും അള്ളാഹു പുറത്തു തരും എന്ന് പറഞ്ഞിട്ട് കള്ളു കുടിച്ച് നടക്കണമെന്നല്ല അതിനർത്ഥം. ഞാൻ എന്ത് ചെയ്താലും അങ്ങനത്തെ ഒരുപാട് പേരുടെ ചരിത്രങ്ങൾ ഹദീസിൽ കാണാം. ഇനി ഞാൻ എന്ത് ചെയ്താലും അള്ളാഹ് എനിക്ക് പുറത്തു തരും, തൗബ ചെയ്താ പോരെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനല്ല, പാപങ്ങളെ ജീവിതത്തിൽ, എൻ്റെ പെങ്ങളെ, പാപങ്ങളെ ജീവിതത്തിൽ നമുക്ക് വരും. ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങി, കള്ളു കുടിക്കുന്നവനാ, തെറ്റ് ചെയ്തു, റബ്ബിനോട് പറഞ്ഞു, പക്ഷെ പിന്നെയും ഞാൻ കുടിച്ചു. നബി എന്ത് ചെയ്യണം? നീ തൗബ ചെയ്യണം. പിന്നെയും കുടിച്ച്, പിന്നെയും തൗബ ചെയ്യണം, പിന്നെയും തൗബ ചെയ്യണം.
അള്ളാഹുവെ പടച്ചവനെ, തൗബ ഇങ്ങനെ ചെയ്യും തോറും അള്ളാഹുവിന് നമ്മളോട് സ്നേഹം കൂടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചോദിക്കുന്നതിനനുസരിച്ചിട്ട് സ്നേഹം കൂടാ, നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് അകൽച്ച കൂടാ. ഇപ്പോൾ ഒരാൾ ആദ്യം വന്നിട്ട് 500 രൂപ കടം ചോദിച്ചു, കൊടുക്കും. രണ്ടാമത് ചോദിച്ചു, അപ്പോഴും കൊടുക്കും. മൂന്നാമത് ചോദിക്കുമ്പോൾ മുഖത്തെ ഭാവം മാറും. ഇപ്പൊ ചോദിക്കുന്ന അള്ളാഹ്ക്ക് അങ്ങനല്ല. അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അള്ളാഹ്ക്ക് സ്നേഹം കൂടും. അള്ളാഹു സ്നേഹിക്കുന്നവൾ നമ്മളെ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത്, ഈമാനോടുകൂടി വേണം മരിക്കാൻ. ആ ഈമാനോടുകൂടി മരിക്കാനുള്ള വഴി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുക. 2, തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. തൗബ ചെയ്യാൻ സമയം കിട്ടണമെന്നില്ല. എല്ലാ രാത്രി കിടക്കുമ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് കിടക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3-മത്തെ കാര്യം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സൽവിചാരം, നിന്റെ പ്രതീക്ഷ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സൽവിചാരത്തോടു കൂടി മാത്രമേ മരിക്കാൻ പാടുള്ളൂ. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹിനെ കുറിച്ചുള്ള പേടിയും വേണം, പ്രതീക്ഷയും വേണം. ഇങ്ങനെ വേണം നമുക്ക് മരിക്കാൻ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 5-മത്തെ കാര്യം, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വസിയ്യത്ത് ചെയ്തിട്ട് വേണം മരണപ്പെടാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, കുതിബ അലൈക്കും ഇദാ ഹളറ അഹദുകുമുൽ മൗത്ത് ഇൻ തറക ഖൈറനൽ വസിയ്യതു ലിൽ വാലിദൈനി വൽ അഖറബൈൻ ബിൽ മഅറൂഫ് ഹഖ്കൻ അലൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, വസിയത്ത് ചെയ്തിട്ട് വേണം മരണപ്പെടാൻ. വസിയത്ത് ചെയ്തിട്ട് വേണം മരണപ്പെടാൻ. പടച്ചവനെ, ആരാണ് അങ്ങനെ വസിയത്ത് ചെയ്യുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, കൊണ്ടതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, 6 കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങരുത്. 6 കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങരുത്. ഇന്നീ സദസ്സിലിരിക്കുന്നവരോട് ഒരു ഇൽമു പഠിച്ചോ. ഇത്രയും പറഞ്ഞത് നിങ്ങൾ മറന്നാലും ഇത് മറക്കരുത്. ഇത്രയും നേരം പറഞ്ഞത് മുഴുവനും മറന്നു പോയാലും ഇത് മറക്കല്ലേ. ഇന്നുറങ്ങുന്നതിന് മുമ്പ് നീ ആർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട്? നീ ആർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട്? നീ നിന്റെ ഭാര്യയോട് പറയണം, അല്ലെങ്കിൽ എഴുതി വെക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, വസിയത്ത് ചെയ്തിട്ടേ മരിക്കാവൂ എന്ന് ലോകത്തിന്റെ നേതാവ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, പടച്ചവനെ, കടമുണ്ടെങ്കിൽ ഭാര്യയോട് പറയൂ, അക്കടപാടുകളെ കുറിച്ച് മക്കളോട് പറയൂ. അല്ലാതെ മരിക്കല്ലേ, കടക്കാരനായി മരിക്കല്ലേ. നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ. കിടക്കുന്നതിന് മുമ്പ് കടമുണ്ടോ? ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ഒന്നുകിൽ എഴുതി വെക്കണം. പണ്ടുള്ളവരുടെ തലകാണിയുടെ അടിയിൽ ഒരു ബുക്ക് കാണും. പണ്ടുള്ളവർ കിടക്കുമ്പോൾ തലകണിക്കടിയിൽ ഒരു ബുക്ക് കാണും, വസിയ്യത്തുകൾ. ആർക്കെങ്കിലും ഹക്കടപാടുകൾ ഉണ്ടെങ്കിൽ എഴുതി വെക്കും. കിട്ടാനുള്ളതില്ലെങ്കിലും കൊടുക്കാനുള്ളത് എഴുതി വെക്കും. അള്ളാഹു കടക്കാരായി മരിച്ചു പോകുന്നവരെ തൊട്ട് കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറയാൻ മടി, അതത്ര നിസാരമുള്ള കാര്യമല്ല. ഇനി എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും കടക്കാരനായി മരിച്ച, ഹദീസിൽ കാണാം, മസ്ജിദ് നബവിയിൽ മയ്യത്ത് കൊണ്ടുവച്ച് കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കും, ഈ മയ്യത്തിന് കടമുണ്ടോ? കടമുണ്ടെന്ന് പറഞ്ഞാൽ പറയും, നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചോളാം. കടമുണ്ടെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, സഹാബത്തിനോട് നിങ്ങൾ നിസ്കരിക്കാൻ. കടമില്ലെന്ന് പറഞ്ഞാൽ നിസ്കരിക്കൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് കടം. അതാണ് കടം. ഹക്കടപാടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാ. നമുക്ക് നിസാരവാദ് പറയൂല, കൊടുക്കൂല. നമ്മൾ പലരും അത് പറയും. ഇവിടെ അങ്ങനെ ഉണ്ട് അവസ്ഥ. ഞങ്ങളുടെ നാട്ടിലൊക്കെ മയ്യത്ത് പള്ളി കൊണ്ടുവച്ചിട്ട് നിസ്കരിക്കുന്നതിന് മുമ്പ് ആരാ പറയണേ? നിങ്ങൾ ചിന്തിക്കേണ്ടതറിയോ? മയ്യത്ത് പള്ളി കൊണ്ടുവെക്കും. കൊണ്ടുവച്ചിട്ട് ഉസ്താദ് മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും. എന്നിട്ട് പറയും, ഈ കിടക്കണ മനുഷ്യൻ ആരെങ്കിലുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെടണം. ഇതാരാ പറയണേ? പള്ളിയിലെ ഹത്തീബിന്റെ വാപ്പായ കിടക്കണേ. ചിന്തിക്ക് സഹോദര. പള്ളിയിലെ ഹത്തീബ് പറയും, ഞങ്ങളുടെ നാട്ടിലെ ഹത്തീബാ പറയണേ. ഇവിടെ എന്താ ഹത്തീബിന്റെ വാപ്പായ കിടക്കണേ?
എടാ സ്വന്തം മക്കള് കയറി എന്ന് പറയണം. അത് പറയൂല, പറഞ്ഞാൽ തലയിലാകും. ഈ കിടക്കണത് എൻ്റെ വാപ്പയാ, ഈ കിടക്കണത് എൻ്റെ ഉമ്മയാ. ആർക്കെങ്കിലും 5 നയാ പൈസ തരാണ്ടെങ്കിൽ പൊരുത്തപ്പെടാൻ പറ്റുമെങ്കിൽ പൊരുത്തപ്പെടു, ഇല്ലെങ്കിൽ ഞാനുണ്ട്, എൻ്റെ വീട്ടിൽ വാ എന്ന് പറയുന്ന മക്കൾ എത്ര പേരുണ്ട്? അവൻ്റെ അടുത്ത് പോയാൽ പറയും എൻ്റെ വാപ്പായോ, നിന്റെ ഇന്നോ കടവോ, സുബ്ഹാനല്ലാഹ് നീ പറയണത് കള്ളവാ, പോടാ, അള്ളാഹു കാക്കുമാറാകട്ടെ. ചിരിക്കാൻ പറഞ്ഞതല്ലേ ചങ്ങാതി, നടക്കണ കാര്യവാ. മരിച്ചു കഴിഞ്ഞാൽ കടത്തിൻ്റെ വിഷയം നിങ്ങൾ സൂക്ഷിക്കുക. കിട്ടാനുള്ളത് നോക്കും. 3-ാം പത്തിക്ക് മുമ്പ് തന്നെ എവിടെ നിന്നൊക്കെ കിട്ടാനുണ്ട് കണക്കെടുത്ത് അടക്കും. പക്ഷെ കൊടുക്കാനുള്ളത് കൊടുക്കൂല. ചിലരങ്ങനെ പൈസ കടം പിടിക്കാൻ വലിയ അന്തസ്സ. നടന്ന് ഫോൺ വിളിച്ച് ബുദ്ധിമുട്ടിച്ച് കാണുന്നിടത്ത് വെച്ച് ചോദിച്ച് വീട് കയറി ഇറങ്ങി പൈസ മേടിക്കും. മേടിച്ചു കഴിഞ്ഞാൽ കൊടുത്തവൻ പിന്നെ അണ്ണാച്ചി പിരിവിന് നടക്കുന്ന പോലെ ഇവൻ്റെ വീട് കയറി ഇറങ്ങി നടക്കണം. ഫോൺ എടുക്കൂല. വീട്ടിൽ പോയ അടുക്കള വാതിലിൽ കൂടെ ഓടും. ഇല്ലേ, വേടിക്കാൻ അന്തസ്സ. ചിലർക്ക് പിന്നെ വാശിയ, എത്ര ഉണ്ടെങ്കിലും കൊടുക്കത്തില്ല. അവൻ പൈസ തന്ന് സഹായിച്ചവൻ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും കൊടുക്കൂല. നിങ്ങൾ പഠിച്ചു വെച്ചോ ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാ. അബൂ ദാവൂദിലെ ഹദീസ് കാണാം. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. താത്താമാരൊക്കെ പഠിച്ചേട്ടാ, കടം പേടിച്ചിട്ട് കൊടുക്കാത്ത താത്താമാരൊക്കെ പഠിച്ചോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ കടം പേടിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി അവനുണ്ട്, അവൻ ആ കടം വീട്ടാനുള്ള പൈസയുണ്ട്, പക്ഷെ അവൻ വീട്ടൂല. അങ്ങനെയുള്ളവന്റെ സമ്പത്ത് മുഴുവനും നശിച്ചു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടുന്ന് കരഞ്ഞ് മേടിച്ചിട്ട് ആ പാവപ്പെട്ടവൾ കൊത്തുവാള എടുത്തിരിക്കണ സമയത്ത് പോലും കൊടുക്കൂലല്ലോ. അലമാരിക്കകത്ത് പൂട്ടി വെച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞ് പറ്റിക്കും. അള്ളാഹുവിൻ്റെ റസൂല് തങ്ങൾ പറഞ്ഞു, ഉള്ളത് കൂടെ പോകും. ഒരു മോതിരവല്ലേ മേടിച്ചതുള്ളൂ, അത് കൊടുക്കാതെ വരുമ്പോൾ അലമാരിക്കകത്തിരിക്കുന്ന സർവ്വതും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അടങ്കലോടെ പോകും. അങ്ങനെ തന്നെ വേണം അവന്. ഒരു പാവപ്പെട്ട, അതുപോലെ ചിലരുണ്ട്, ഉസ്താദെ ലക്ഷങ്ങൾ കടമുണ്ട് ഉസ്താദെ, ദുആ ചെയ്യ് ഉസ്താദെ പറയണവരില്ലേ, ലക്ഷങ്ങൾ കടമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹദീസ് പറയുകയാ, നീ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്, നിന്റെ കയ്യിൽ കൊടുക്കാൻ പൈസയില്ലെങ്കിലും കൊടുക്കണമെന്നുള്ള ബോധം നിനക്കുണ്ടോ? അള്ളാഹുവെ, മരിക്കുന്നതിന് മുമ്പ് ആ കടം വീട്ടണം പടച്ചവനെ, കടക്കാരനായിട്ടും മരിക്കരുതല്ല എന്ന ആഗ്രഹവും ദുആയും നിനക്കുണ്ടെങ്കിൽ നിന്റെ കടം അള്ളാഹു മാറ്റിത്തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് മാറ്റിത്തരും. നീ എന്തിനാ പിടിക്കണേ? നിനക്കുള്ള വഴി അള്ളാഹു കാണിച്ചു തരും. കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം, ആ ഒരു ബോധം നമുക്കുണ്ടാകണം. ആ ഒരു ചിന്തയോടുകൂടി കഴിഞ്ഞാൽ നമ്മുടെ കടം മാറ്റാനുള്ള വഴി അള്ളാഹു തുറന്നു തരും. അള്ളാഹു നമ്മളെ കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ പറ്റണം. ആ മരണം നമ്മളെ തേടി വരുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നമുക്ക് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ കഴിയണം. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് പടച്ചവനെ, ഇന്ന് വഴുതുകടിൽ ഇറങ്ങി പോകുമ്പോ മരണചിന്തയോടുകൂടി വേണം ഇറങ്ങിപ്പോകാം. മഹാനായ ഹസൻ ബസ്രി റഹ്മഹുല്ലാഹ് ഒരിക്കലും മരണമാസന്നമായ ഒരു വ്യക്തിയെ സന്ദർശിക്കുകയാണ്. മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ ഹസൻ ബസ്രി തങ്ങളുടെ അവസ്ഥ എന്തെന്നറിയുമോ? അതാ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ചു തന്റെ വീട്ടിലേക്ക് പോകുമ്പോ വീട്ടുകാര് ഭക്ഷണം അവിടെ നിന്ന് വിളമ്പുകയാണ്. അവിടെ നിന്ന് ഭക്ഷണം ഒരുക്കി വെച്ചിട്ട് മഹാനായ ഹസൻ ബസ്രി റഹ്മഹുല്ലാഹ് മഹാനവറുകൾ അവിടെ നിന്ന് കഴിക്കാൻ വിളിക്കുമ്പോ അവിടെ നിന്ന് പറയുകയാ, എന്റെ വീട്ടുകാരെ, നിങ്ങളുടെ ഭക്ഷണവും പാനീയങ്ങളും അവിടെ തന്നെ വെക്കുക. നിങ്ങളുടെ ഭക്ഷണവും പാനീയവും അവിടെ തന്നെ വെക്കുക. അല്ലാഹു സത്യം, ഞാൻ ഇന്നൊരു മൽപ്പിടുത്തം കണ്ടു. എന്റെ അടുക്കലേക്കും അത് എത്തുന്നതിന് മുമ്പ് അതിനു വേണ്ടി ഞാനൊന്ന് തയ്യാറെടുക്കട്ടെ. അല്ലാഹുവേ, മരണത്തോട്
വെള്ളമടിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് കാണാൻ കഴിയാതെ ഹസൻ ബസ്രി തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട കുടുംബം അവിടെ നിന്ന് ഭക്ഷണം തയ്യാറാക്കിയിട്ട് കഴിക്കാൻ വിളിക്കുകയാ. അല്ലാഹു സത്യം, ഇന്ന് ഞാനൊരു കാഴ്ച കണ്ടു. ആ രംഗം കണ്ടിട്ടാ ഞാൻ വരുന്നത്. അത് എന്റെ ജീവിതത്തിലും ഒരു ദിവസം കടന്നു വരുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, കോഴി അറുക്കുന്നത് കാണുന്നവരാ, പെരുന്നാളിന് പടച്ചവരെ പോത്തിനറുക്കുന്നത് മൊബൈലിൽ പിടിക്കുന്ന ചെറുപ്പക്കാരാ. പടച്ചവനെ, പോത്ത് തലയും കയ്യും കാലും ഇട്ടടിക്കുന്നത് കാണുമല്ലോ. എന്റെ പെങ്ങളെ, ഇങ്ങനെയൊക്കെ മൃഗങ്ങൾ മരിക്കുന്നത് കാണുമ്പോ നമ്മൾ കണ്ടാസ്വദിക്കുന്നവരാ, നമ്മൾ ആസ്വദിച്ച് കാണുന്നവരാ. പക്ഷേ ചിന്തിക്കാറുണ്ടോ അത് എന്തിനാ കൈയിട്ടടിക്കുന്നതെന്ന്, ചിറകിട്ടടിക്കുന്നതെന്ന്, തലയിട്ട് കുടയുന്നതെന്ന്? മരണവേദന സഹിക്കാൻ കഴിയാതെയാ. ആ ബോധമെന്തേ നമുക്കില്ലാതെ പോയത്? ആ കോഴിക്ക് കിട്ടുന്ന ഭാഗ്യമുണ്ടല്ലോ, ഇറച്ചിക്കടയിൽ പോയിട്ട് വാങ്ങുന്ന കോഴിയുണ്ടല്ലോ, ആ കോഴിക്ക് കിട്ടുന്ന ഭാഗ്യം എനിക്കും നിങ്ങൾക്കും ഇല്ലല്ലോ. കാരണം അത് മരിക്കുന്ന സമയത്ത് അതിന്റെ ചിറകിട്ടടിക്കും, കാലിട്ടടിക്കും, തലയിട്ടടിക്കും. അത് തിരിഞ്ഞും മറിഞ്ഞിട്ടാണ് അത് മരിക്കുന്നത്. പക്ഷേ നമ്മളും മരിക്കുമ്പോ കൈയിട്ടടിക്കാറില്ല, കാലിട്ടടിക്കാറില്ല, കിടന്നു പിടയാറില്ല. കാരണം എന്തെന്നറിയോ? മലക്കുകൾ പിടിച്ചു വെച്ചിരിക്കുകയാ. 70,000 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെച്ചിരിക്കുകയാ. കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വകീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി الساق بالساق إلى ربك يومئذ المساق. നിന്നെ കൊണ്ടുപോകാമെന്നതാടാ. വിളിക്കടാ, നിന്നെ രക്ഷപ്പെടുത്താനുള്ളവരെ വിളിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ നമ്മളെ തല്ലുവല്ലോ, നമ്മുടെ റൂഹ് വലിച്ചെടുക്കുമല്ലോ. എന്തേ ചിന്തിക്കാത്തത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ റബീഉൽ അവ്വലിൽ മുത്തുനബിയുടെ ചരിത്രം കേട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലേ മുത്തുനബി അവിടെ നിന്ന് പറയുന്നത്, അസ്റായീൽ വേദനിക്കുന്നു, അസ്റായീൽ ഒന്ന് പതുക്കെ പിടിക്ക, അസ്റായീൽ. അല്ലാഹുവിന്റെ റസൂലിന് മരണവേദന താങ്ങാൻ കഴിയാതെ അടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിന്റെ അകത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ അകത്ത് കൈയിട്ടിട്ട് ആ വെള്ളം കോരിയിട്ട് മുത്തുനബി മുഖത്തൊഴിച്ചെന്ന് ചരിത്രം പറയുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് വെള്ളവും തുണിയും എടുത്ത് മുക്കിക്കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ ലോകത്തിന്റെ നേതാവ് ആയിഷാ, ഇന്നലിൽ മൗതി ലസക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയാണെന്ന് മുത്തുനബി പോലും അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്തിനാ ചരിത്രം പറയുന്നത്? അല്ലാഹ് പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിനൊരു രുചിയുണ്ടെന്ന്, മരണത്തിനൊരു രുചിയുണ്ടെന്ന്. പെങ്ങളെ, ചിലരൊക്കെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയത് മരണവേദന താങ്ങാൻ പറ്റാത്തത് കൊണ്ടാ. നീ പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. ഒരിക്കലും പറയല്ലേ, ഒരിക്കലും പറയല്ലേ. പ്രസവത്തിന് മരണവേദനയല്ല, പ്രസവത്തിന് മരണവേദനയല്ല, മരണവേദനയുടെ ഒരംശം മാത്രമാ. ഒരു ഡോക്ടറും 2 നേഴ്സുമാരുമേ നിന്റെ പ്രസവ സമയത്ത് നിന്നെ പിടിച്ചുള്ളൂ. 70,000 മലക്കുകൾ കയ്യും കാലും പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്,
ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നിർത്തുകയാണ്, ഇന്ന് ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണോ എന്ന് നമുക്കറിയില്ലല്ലോ. ഇന്നലെ കണ്ടവനെ എന്ന് കാണുന്നില്ല. ക്യാൻസർ വന്നവർ മാത്രമല്ല മരിക്കുന്നത്, ട്യൂമർ വന്നവർ മാത്രമല്ല മരിക്കുന്നത്, പ്രഷറും ഷുഗറും ഉള്ളവര് മാത്രമല്ല മരിക്കുന്നത്. തുഅമ്മീലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രീ ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി وكم من صحيح مات من غير علة وكم من مريض عاش دهرا على دهري. പടച്ചവന് ഈ കഴിഞ്ഞ മാസമല്ലേ ഉരുൾപൊട്ടലുണ്ടായത്, വെള്ളപ്പൊക്കമുണ്ടായത്, വീടിന്റെ മുകളിൽ നിന്നിട്ട് തന്റെ വാപ്പയ്ക്ക് അയച്ചു കൊടുത്ത വീഡിയോ പരിസരത്തല്ലേ, ഞാൻ ജോലി ചെയ്യുന്നവരിന്റെ പരിസരത്തല്ലേ. അല്ലാഹുവേ, വാപ്പാടെ ഫോണിലേക്ക് അയച്ചു കൊടുത്ത അവസാനത്തെ വീഡിയോ ഏതെന്നറിയോ? വീടിന്റെ മുന്നിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത്, ചെറിയ മക്കൾ ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ട് വാപ്പാടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്തു. പിന്നെ കണ്ട രംഗം എന്തെന്നറിയോ? ആ ഫോട്ടോ അയച്ചു കൊടുത്ത മക്കളെ പിന്നെ കണ്ടതെങ്ങനെയെന്നറിയോ? മണ്ണിനടിയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു മരിച്ചു കിടക്കുന്ന രംഗവാ. എന്തേ നമ്മൾ മനസ്സിലാക്കാത്തത്? എന്തേ കണ്ടു പഠിക്കാത്തത്? വാഹനത്തില് സഞ്ചരിക്കുമ്പോ വണ്ടിയിലടിയിൽ കിടക്കുന്ന എത്ര മയ്യത്ത് കാണുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കണ്ടിട്ട് പോലും പ്രായം ചെന്ന മുടി നരച്ച നിനക്കിപ്പോഴും നന്നാകാൻ തോന്നുന്നില്ലല്ലോ. ഇപ്പോഴും നീ അല്ലാഹനെ മറന്ന് ജീവിക്കുകയല്ലേ. ഇന്ന് രാത്രി മരിച്ചുപോയാ വഅദ് നിർത്തുകയാണ്. എന്റെ മനസാക്ഷിയോട് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നെഞ്ചത്ത് കൈവച്ചിട്ട് അല്ലാഹനെ സാക്ഷി നിർത്തിയിട്ട് പറയാൻ പറ്റുമോ?